പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ചിക്കൻ തന്നെയാണ്. ചിക്കൻ അലുമിനിയം ഫോയിൽ പേപ്പറിൽ എങ്ങനെ ചുട്ടെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കൂട്ടൊക്കെ വെച്ചിട്ടാണ് ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പ്ലേറ്റിൽ കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ തട്ടണം. അടുത്ത് മുളക് പൊടി, സാധാ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂൺ വേണം. നമ്മൾ ഏകദേശം അര കോഴിയാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മതി, ആവശ്യത്തിന് കുറച്ച് മതി. നമ്മൾ ഗരം മസാല ചേർക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മതി. അപ്പോൾ നമുക്ക് ഇത് ഗരം മസാലയാണ്. ഒരു 1.5 സ്പൂണ് ഗരം മസാല, ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു ശകലം മതി നമുക്ക്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊരു ശകലം കൂടെ ഇടാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് പകുതി കോഴിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ക്ലീനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ച് തയ്യാറാക്കാം. നന്നായിട്ട് നമുക്കിതിനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം, മസാല ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം വെള്ളമെല്ലാം നീട്ടി നന്നായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് നമ്മൾ നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി വെള്ളം കൂടാതെ നോക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അരപ്പായിട്ടുണ്ട്. നമുക്കിനി കോഴിയിലോട്ട് അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടി ഇടയ്ക്ക് നമ്മൾ ഒരു ഹോള് പോലെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ മസാല കയറും. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് വെന്ത് വരും. മസാല എല്ലാം നന്നായിട്ട് ഇതാവും, എല്ലായിടത്തും പിടിച്ച് നല്ല ടേസ്റ്റാവും. അപ്പോൾ എല്ലാ ജോയിൻറ്റും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോയിൻ പേപ്പറിൽ വെച്ച് നമ്മൾ പൊതിഞ്ഞാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മസാല പുരട്ടാം. നന്നായിട്ട് നമുക്ക് മസാല പുരട്ടാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കോഴി നമ്മൾ എടുത്ത് വെച്ച് മസാല നമ്മളെല്ലാം ഇങ്ങോട്ട് തട്ടിയിട്ട് എല്ലാം നമുക്ക് നല്ല തട്ടി വെച്ച് മൊത്തത്തിൽ മസാല എല്ലായിടത്തും പിടിക്കത്ത കണക്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും മസാല ആയിട്ടുണ്ട് നന്നായിട്ട്. ഇതിനകത്തൊക്കെ നന്നായിട്ട് വാരി തേക്കണം. നല്ല ചൂട് കൊണ്ട് എല്ലായിടും മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കോയിൻ പേപ്പറിൽ പൊതിയാൻ. നമ്മൾ ഫോയിൽ പേപ്പറിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫോയിൽ പേപ്പറിൽ പൊതിയാം. അപ്പോൾ മസാല എല്ലായിടത്തും പിടിക്കും നന്നായിട്ട്. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നില്ല, അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫോയിൽ പേപ്പറിൽ പൊതിയാം. അപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ആവട്ടെ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതിനെ എല്ലായിടവും മസാല ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മളെ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. ബാക്കി മസാല എല്ലാം ഇതിലുള്ള മസാല എല്ലാം നമ്മൾ ഇതിലോട്ട് നല്ല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കിനി പൊതിഞ്ഞെടുക്കാം. മസാല എല്ലാം നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് രമ്പ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പം നമുക്കിനി പൊതിയാം.
എല്ലാ സൈഡും നന്നായിട്ട് പൊതിയണം. പേപ്പർ ഇനിയും വേണം. ഇതൊന്നും പുറത്ത് പോകാതെ ഇങ്ങനെ കൂട്ടി നമുക്ക് പൊതിഞ്ഞെടുക്കാം. കുറച്ചുകൂടെ പേപ്പർ എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊതിയണം. അപ്പോൾ നമ്മൾ പേപ്പർ നന്നായിട്ട് ചുറ്റണം. എന്നാൽ മാത്രമേ കരിയാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റോള് പേപ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി. നമ്മളിങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് എല്ലാ സൈഡും നന്നായിട്ട് പാക്ക് ചെയ്യണം. നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം തീയിലിട്ട് വേവിക്കേണ്ടതാണ് കനലിൽ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പൊതിയണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കനലിലോ തീയിലോ ഇട്ട് നന്നായിട്ട് 1 മണിക്കൂർ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് റെഡിയായി വരും. അപ്പോൾ നമുക്കിനി കനലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ കനലെല്ലാം നന്നായിട്ട് കത്തുന്നുണ്ട്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. നമുക്കപ്പോൾ ചിക്കൻ പൊതിഞ്ഞ് വെച്ചത് നമുക്ക് വയ്ക്കാം. ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. അപ്പോൾ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തിരിച്ചു കൊടുക്കാം. തിരിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് തിരിക്കണം. എൻ്റെ പൊടിയൊക്കെ ഇളവാതെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് തിരിച്ചു കൊടുക്കണം. നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ട് വേവിട്ടെ. ഇപ്പോൾ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കരിയുന്നതാണോ എന്ന് ഇനി അറിയാൻ പാടില്ല. അപ്പോൾ നല്ല തീ കത്തുന്നുണ്ട്. നല്ല മഴയൊക്കെയാണ് ഇവിടെ. നല്ല മഴ, വെള്ളക്കെട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു 3-4 പ്രാവശ്യം എല്ലാം മറിച്ചിട്ട് എല്ലാം നല്ല കനലൊക്കെ ഇങ്ങനെ തീ കത്തയാണ്. നല്ല ആവിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് കനലിനകത്ത് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊരു കരിഞ്ഞ മണമൊക്കെയാണ് വരണത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും എടുക്കാം. ഇപ്പോൾ 40 മിനിറ്റായി. എടുത്ത് പാത്രത്തിൽ വയ്ക്കാം. നമ്മൾ പാത്രത്തിലോട്ട് വെച്ച് നമുക്കിനി അടുക്കളയിൽ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കരിഞ്ഞോ ഇല്ലേന്നൊക്കെ ഇനി അടുക്കളയിൽ പോയി നമുക്ക് നോക്കാം. അപ്പോൾ നല്ല കനലിൽ കിടന്നതാണ്. നമുക്കിനി അടുക്കളയിൽ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ തുറന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ മൈനേഴ്സ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുബൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുബൂസാണ്, നല്ല കട്ടിക്ക്. കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് നല്ല ചൂടാണ്. നമുക്ക് ഇത് ഇങ്ങനെ ചെറുതായിട്ട് കീറി നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇളക്കാൻ നല്ല പാടാണ്. നന്നായിട്ടായിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്ക് ഇത് മൊത്തത്തിലെടുക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടായിട്ടുണ്ട്.
നമ്മളെ വെമ്പയിലൊക്കെ നന്നായിട്ട് ഇറച്ചിയെല്ലാം നല്ല ഇതായിട്ടുണ്ടല്ലേ, നല്ല വെന്ത്, നല്ല വേവുണ്ട്, നല്ല വേവ്. ഇതാ നന്നായിട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, കാലൊക്കെ നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ടായിട്ടുണ്ട്. നല്ല ആവിയാണ്. നമുക്ക് ഓരോ കാലായിട്ട് കണ്ട എല്ലൊക്കെ നല്ല ഊരി വരെ ചിക്കൻ്റെ. നല്ല ചൂടാണ്. നമുക്ക് ഇത് വെച്ചെടുക്കാം. ഇറച്ചി കണ്ട, ഇറച്ചിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുബൂസ് ഉണ്ട്, മൈനേഴ്സ് ഉണ്ട്. ഉണ്ടല്ലേ, എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനേഴ്സും കൂടെ വെച്ച് കുബൂസ് കഴിച്ച് നോക്കാം. മൈനേഴ്സും ഇറച്ചിയെല്ലാം നല്ല ചൂടാണ്. ഇറച്ചി നല്ല വെന്തു. നമുക്കിനി കഴിച്ച് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഇറച്ചിയെല്ലാം എല്ലിൽ നിന്നെല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇല്ലല്ല, കാലും